എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറികളിലൊക്കെ പോയി രുചിയോടെ വാങ്ങി കഴിക്കുന്ന കപ്പ് കേക്ക് ഉണ്ടല്ലോ, അത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്താലോ. കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു കപ്പ് കേക്ക്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കപ്പ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ഒരു 2-3 മണിക്കൂർ മുമ്പേ പുറത്തെടുത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് മിക്സാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കാം. ഈ ബട്ടറിലേക്ക് തന്നെ അരിച്ച് ചേർക്കുക. എന്നിട്ടിത് ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. മൈദയും ബട്ടറും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആവണം. അപ്പോൾ മൈദയും ബട്ടറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് മറ്റൊരു ബൗളിൽ ഞാനിതാ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് ഇതുപോലെ പത വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. 250 ml കപ്പിന് തന്നെയാണ് കേട്ടോ അളന്നെടുത്തിന്. അപ്പോൾ നന്നായിട്ട് ബീറ്റാക്കി നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കുക. ആദ്യം സ്പീഡ് കുറച്ചിട്ട് പിന്നെ സ്പീഡ് കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇടവിട്ട് പഞ്ചസാര പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ്, ഓറഞ്ച് എസൻസ് എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസും വാനില എസൻസും മാത്രമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഈ എസൻസ് എല്ലാം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ കപ്പ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും. എസൻസ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കുക. അതിനുശേഷം ബീറ്റർ ഓഫാക്കിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ആ ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പിന്നെ ബട്ടറും മൈദയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ആദ്യം ഇതുപോലെ സ്പാച്ചില കൊണ്ട് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ബാറ്റർ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ആദ്യം 1-2 പ്രാവശ്യം ചേർത്തിട്ട് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബീറ്റർ വെച്ചിട്ട് സാവധാനം ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ ഒരു പത താണു പോവും. പത താണു പോയി കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി കിട്ടൂല. അതുകൊണ്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് തോന്നും, അത് ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ്. ബീറ്റർ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. അഥവാ അങ്ങനെ ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. വിസ്കോ സ്പാച്ചുലോ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. മുട്ടൻ്റെ ബാറ്റർ മുഴുവനും ചേർത്തിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് താണു പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ബാറ്റർ ഇതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്കിൻ്റെ കപ്പിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ട്രേയിലേക്ക് ഇതുപോലത്തെ പേപ്പർ കപ്പ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കരുത്. ഒരു ഹാഫ് ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് പൊങ്ങി വരുമ്പോൾ അത് ഫുള്ളാവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ചെറിയ കപ്പാണ്. വലിയ കപ്പൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് കപ്പിൻ്റെ ഹാഫ് ഭാഗം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലേക്കും ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തിലേക്കും ബാറ്റർ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 20-25 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. താഴെ മുകളിലും കോയിൽ കത്തുന്ന രീതിയിൽ വെച്ചാൽ മതി. അപ്പോൾ ബേക്കായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട പൊങ്ങി വരുമ്പോൾ ഇതുപോലെ കപ്പിൽ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് ഹാഫ് ഭാഗം ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതൊന്ന് ഇതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളു നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിലുള്ള നല്ലൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായൻ്റെ കൂടിയെല്ലാം
2 കേക്ക് ഉണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടത് അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.